ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ജൽമഹലിൻ്റെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് സ്ട്രീം ഇട്ടിരുന്നല്ലോ ജൽമഹലിനെ കുറിച്ച്. എന്നുവെച്ചാൽ വെള്ളത്തിലുള്ള കൊട്ടാരം, വെള്ളത്തിന് നടുക്കുള്ള കൊട്ടാരത്തെക്കുറിച്ച്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എൻ്റെ മാർക്കറ്റുണ്ട്. മാർക്കറ്റിൽ പല പല ഐറ്റംസുകൾ, സാധനങ്ങൾ, രാജസ്ഥാനി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? ഇവിടുത്തെ രാജസ്ഥാൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആളുകളെല്ലാം ഇവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നല്ല നല്ല ഭംഗിയാണത് കാണാൻ. അതിട്ട് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അസൽ രാജസ്ഥാനിയുടെ കൂട്ട് തന്നെ ഇരിക്കും. ഇത് കണ്ടില്ലേ, ചപ്പൽസൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ചപ്പൽ. ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ചപ്പലുകളാണ്. പക്ഷെ നമുക്കിവിടെ വിലക്കുറവിന് നമുക്ക് ചപ്പലുകളെല്ലാം ഇവിടെ കിട്ടും. ഒരമ്മയും കുഞ്ഞും കൂടെ ഇരിക്കുക. ജൽമഹലിനകത്ത് ഇപ്പോൾ നമുക്ക് പ്രവേശിക്കാനും പറ്റത്തില്ല. ജൽമഹലിൽ അവിടെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അത് കാരണം ഇപ്പം ജൽമഹലിലേക്ക് ഇപ്പോൾ ആരെയും കടത്തി വിടുന്നില്ല. നമുക്കിപ്പോൾ ദൂരെ ഇന്ന് കാണാനേ പറ്റും. പക്ഷെ നൈറ്റിൽ അടിപൊളി സീനാട്ടോ. നൈറ്റിൽ കാണാൻ നല്ല ഭംഗിയാണ്. മൊത്തം ലൈറ്റുകൾ ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. ഉണ്ടല്ലേ, ഇവിടുത്തെ രാജസ്ഥാനിലെ പാവാടയാണ്. അതെന്ന് പറഞ്ഞാൽ നല്ല ലെങ്താണ്. 8 മീറ്ററാണ് ഒരു പാവാട. 8-9 മീറ്ററൊക്കെയാണ് ഒരു പാവാട. നല്ല വീതിയാണ് ഇതിന്. ഇവരൊക്കെ ഇട്ടുകൊണ്ടൊക്കെ വരുന്നത്. നല്ല കളർഫുൾ പാവാടകളാണ് ഇവിടെ രാജസ്ഥാനിൽ. പിന്നെ മിക്കവാറും നല്ല കളർ, നമ്മുടെ നാട്ടിലെ പോലെ ലൈറ്റ് കളറല്ലല്ലോ ഇവർ ഉപയോഗിക്കുന്നത്. നല്ല ഡാർക്ക് കളർ തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. നല്ല കളർഫുൾ ഡ്രസ്സുകളാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെ കളിക്കാനും ഇപ്പം ഗെയിമൊക്കെ കളിക്കാനുള്ള അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ റിമോട്ട് കൺട്രോൾ വെച്ച് വണ്ടികൾ ഓടിക്കാൻ അങ്ങനെയൊക്കെ പറ്റും. തുണി ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. ബാഗുകൾ, തുണി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം കൂടുതലും ഈ രാജസ്ഥാനിൽ ഈ പെണ്ണുങ്ങൾ കൂടുതലും ഇങ്ങനത്തെ പാവാട പോലുള്ള ഇതാണല്ലോ, ലോങ് സ്കർട്ടായി ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ പോലുള്ളതല്ല. ഇവിടെ നല്ല വീതിയുണ്ട്. അത് തറയിൽ കൂടെ കിടന്ന് എഴയും അവരുടെ. അതേപോലെ ഇതിലാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ സന്ധ്യാസമയമാണ്. ഇനിയിപ്പോൾ സന്ധ്യാസമയമാകുമ്പോൾ ഇപ്പം നൈറ്റിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇഷ്ടംപോലെ വരും. പോലീസുകാർ അവരുമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഇത് നോക്കാൻ, കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനൊക്കെ പോലീസുകാരുണ്ട്. ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ ഐറ്റംസാണ്. ഇതൊക്കെ തുണികൾ, അങ്ങനെ ഓരോ ഐറ്റംസ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. അതേപോലെ നല്ല ഭംഗിയാണ് ഇവിടെ ഇരിക്കാൻ. ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുളിർമ, ഒരു ചെറിയ കാറ്റ് കൊണ്ട്, ആ കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ നല്ല രസം. അതുപോലെ തന്നെ ഐസ്ക്രീം, കുൾഫി, പാനിപ്പൂരി എല്ലാം ഉണ്ട്. കരിമീൻ ജ്യൂസ് എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോരോ ചെറിയ നാസ്തകൾ പോലുള്ള നല്ല ചപ്പലുകളൊക്കെയാണ് ഇരിക്കുന്നത്. ഞാനും 2-3 ചപ്പൽ മേടിച്ചു. നല്ല ചപ്പലാണ്, നല്ല ക്വാളിറ്റിയുള്ള ചപ്പൽ തന്നെ. പക്ഷേ നമുക്കിവിടെ വിലക്കുറവിന് കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ രാജസ്ഥാനിലൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ജൽമഹൽ കാണാതെ പോകരുത്. ജൽമഹൽ കാണണം. ഇവിടുത്തെ ഈ രാജസ്ഥാനി ചപ്പൽസ്, സാൻഡില് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ മേടിക്കണം. ഇത് കണ്ടില്ല, ഇത് പിള്ളേർക്ക് ഒക്കെ കയറിയിരുന്ന് ഓടിക്കാൻ പറ്റുന്ന സൈസ് വണ്ടിയാണ്, റിമോട്ടിൻ്റെയാണ്. അത് അവർ കൺട്രോൾ ചെയ്തോളും. പിന്നെ നമ്മളങ്ങ് പോയാൽ മതി. ഇത് രാജസ്ഥാനിലെ കുൾഫി എന്ന് പറയുന്നൊരു കഴിക്കുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ ഇവിടുത്തെ
ഇതെല്ലാം കൂടെ അവർ സലാഡ് പോലൊക്കെ ഉണ്ടാക്കി തരും. ഇതെല്ലാം കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെയാണ് ഇതൊക്കെ. അവരെല്ലാവരും ഇത് വിളിക്കുകയാണ് ചെന്ന്. ഇത് കുഞ്ഞു സൈക്കിളുകൾ കാര്യങ്ങൾ ഒക്കെയാണ്. അത് കളിപ്പാട്ടമോ കൊച്ചു പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത് ഇതുണ്ട്, ക്യാമൽ റൈഡിങ് ഉണ്ട്. നമ്മൾക്ക് ഒരു 500 മീറ്റർ അതിൻ്റെ പുറത്ത് സവാരി ചെയ്യുന്നതിന് 300 റുപ്പീസാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ക്യാമലിനെ നിർത്തിയിട്ടുണ്ട്. ജൽമകളിൽ വരുന്ന സമയത്ത് ഇതിലെല്ലാം വന്ന് കണ്ട് എല്ലാം പോകണം. ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം. അത് അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അതുപോലെ രാജസ്ഥാനി ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന അടിപൊളിയാണ്. അവർ തന്നെ അത് നമുക്കെല്ലാം ഫിറ്റാക്കി തരും. അപ്പച്ചൻ ബലൂണും കൊണ്ട് പോകുന്നതാണ്. അങ്ങോട്ട് ഉണ്ട്, കുറേ ഉണ്ട് അങ്ങോട്ട്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളപ്പം ജൽമകൾ കണ്ടിട്ടങ്ങ് പോകുമായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ അങ്ങനെ നോക്കാറില്ലായിരുന്നു. അതിനടുത്തുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഇന്നാ ആദ്യമായിട്ട് ഇങ്ങനെ മാർക്കറ്റ് മൊത്തം ഒന്ന് കാണുന്നത്. ഇതൊക്കെ കണ്ണാടികളും അങ്ങനെയൊക്കെ ഉണ്ട്. രാജസ്ഥാനി ബാഗുകളുണ്ട് കേട്ടോ. ഇത് ടോപ്പാണ്, പിള്ളേരുടെ ടോപ്പ്. ആ രാജസ്ഥാനിൻ്റേതായ അതിൻ്റേതായ പിക്ചറുകളുണ്ട്. ചിലതിൽ ആനയുടെ, ഒട്ടകത്തിൻ്റെ, അങ്ങനെ ഓരോ പിക്ചറെല്ലാം ഉണ്ട് അതിൽ പ്രിൻ്റഡ്. അങ്ങനെ ഇതാണ് നമ്മുടെ ജൽമകളിൻ്റെ അടുത്തെ മാർക്കറ്റ്. ഈ മാർക്കറ്റ് മിസ്സാക്കരുത്. പെൺകുട്ടികൾക്കുള്ളത് എല്ലാവർക്കും ഉള്ള സാധനങ്ങളുണ്ട് ഇവിടെ. ചില സമയത്ത് ഭയങ്കര തിരക്കാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജൽമകളിന് ചുറ്റും നല്ല കുന്നുകളുണ്ട്. ആ കുന്നുകളിൽ മൊത്തം ഫുൾ മരമാണ്. നമുക്ക് ദൂരെ നോക്കുമ്പോൾ കുന്നായിട്ട് മാത്രമേ തോന്നത്തുള്ളെങ്കിലും അത് ഇടതിങ്ങി നല്ല മരമാണ്. ഇതൊക്കെ കോർത്തുകൾ. ചുമ്മാ വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഓര് തന്നാൽ പിന്നെ ഒന്ന് ജൽമകളൊന്ന് കാണാൻ പോയേക്കാം. അങ്ങനെ ജൽമകൾ കാണാൻ വേണ്ടി വന്നു. പക്ഷേ നല്ല രസമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്ത് ജൽമകൾ ഇവിടെ വന്ന് ഞങ്ങൾ കരിമീൻ ജ്യൂസ്, ഗോൾഗപ്പയൊക്കെ കഴിച്ചു. പക്ഷേ ഇങ്ങനെ കഴിക്കുന്ന സാധനങ്ങൾക്കൊക്കെയും ഇവിടെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഇവിടെ ഇച്ചിരി കൂടുതലാണ്. മറ്റിടത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇച്ചിരി കൂടുതൽ. അങ്ങനെ ജൽമകളിൻ്റെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. നിങ്ങൾ എന്തെങ്കിലും ജയ്പൂരിലോ വരികയാണെങ്കിൽ ജൽമകളൊക്കെ വന്ന് കണ്ടിട്ട് പോകണം.
വളരെ ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുവാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാം പഴയ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഇതാണ്. എല്ലാവരും വന്ന് കാണുക, എൻജോയ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.